ഹലോ, എല്ലാവർക്കും ഞാൻ കാഴ്ചക്കാരൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമുക്ക് സ്പെയർ പാർട്സിൻ്റെ ഷോപ്പാണല്ലോ. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ രാവിലെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് കുറച്ച് സ്പെയർ പാർട്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വാഹനം 2014 മോഡൽ പ്രാഡോ 6 സിലിണ്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം സ്പെയർ പാർട്സുകൾ വേണമായിരുന്നു. അപ്പോൾ അതെന്തെല്ലാമാണ്, അദ്ദേഹം എന്തൊക്കെയാണ് വാങ്ങിച്ചത്, അതിൻ്റെ ഒരു ചെറിയൊരു ബേസിക് ഇൻഫർമേഷൻസ് നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2014 പ്രാഡോ 6 സിലിണ്ടറിൻ്റെ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, എൻജിൻ മൗണ്ടിങ് എന്നിവയാണ്. ഇതുകൂടാതെയും ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എൻ്റെ കാറ്റലോഗിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ പിക്കിംഗ് ലിസ്റ്റ് എല്ലാം വെരിഫൈ ചെയ്ത് ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ മോഡൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ആവുന്ന ഇൻ്റർഫേസ് ആണിത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. അത് ഫ്രണ്ട് ആൻഡ് റിയർ ഷോക്ക്, ഫ്രണ്ട് ആൻഡ് റിയർ ബ്രേക്ക് പാഡ്സ്, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, എൻജിൻ ബെൽറ്റ്, എൻജിൻ മൗണ്ടിങ്, ഫ്യൂൽ ഫിൽറ്റർ, പിന്നെ അതുപോലെ നമ്മുടെ റൂഫിൽ വരുന്ന AC രജിസ്റ്റർ, നമ്മുടെ ACയുടെ വെൻ്റില്ലേ, AC രജിസ്റ്റർ. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് പ്രാഡോയുടെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബറിൻ്റെ ഫോട്ടോ. അതിൽ തന്നെ റിലേറ്റഡ് ആയിട്ട് കോയിൽ സ്പ്രിങ് വരുന്നുണ്ട്, സ്റ്റെബിലൈസർ ലിങ്ക് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ റിയർ ഷോക്കിൻ്റെ ഫോട്ടോ ആണ്. റിയർ ഷോക്കിൻ്റെ ഫോട്ടോയിലും അതുപോലെ തന്നെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡ് പരിചയപ്പെടാം. ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് പാഡിൻ്റെ ഫോട്ടോ. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഷിം കിറ്റ്, ഫിറ്റിംഗ് കിറ്റ്, അതുപോലെ തന്നെ കാലിപ്പറിൻ്റെ സിലിണ്ടർ കിറ്റ്, കാലിപ്പർ അസംബ്ലി, അതുപോലെ ബാക്ക് പ്ലേറ്റ്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിയർ ബ്രേക്ക് പാഡിൻ്റെ ഫോട്ടോ ആണ്. ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ ഫോട്ടോ. എയർ ഫിൽറ്ററിൻ്റെ കേസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഇനി അടുത്തത് സ്പാർക്ക് പ്ലഗ് ആണ്. ഇത് 6 സിലിണ്ടർ വണ്ടി ആയതുകൊണ്ടാണ് 6 പ്ലഗ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുകളിൽ കാണിച്ചിരിക്കുന്നത് കോയിലാണ്. അതും 6 കോയിൽ വരും. ഇത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടാണ് സ്പാർക്ക് പ്ലഗ് വരുന്നത്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവില്ല, ഇഞ്ചക്ടർ ആയിരിക്കും. ഇനി നമുക്ക് എഞ്ചിൻ ബെൽറ്റ് ആണ്. ഇതാണ് 6 സിലിണ്ടർ പ്രാഡോയുടെ എഞ്ചിൻ ബെൽറ്റിന്റെ ഫിഗർ വരിക. ഇനി നമുക്ക് എൻജിൻ മൗണ്ടിങ് പരിചയപ്പെടാം. പ്രാഡോ 6 സിലിണ്ടറിൽ 3 മൗണ്ടിങ് ആണ് വരുന്നത്. 2 എൻജിൻ മൗണ്ടിങ്ങും 1 ഗിയർ മൗണ്ടിങ്ങും. ഈ കാണുന്നതാണ് എൻജിൻ മൗണ്ടിങ്, ഈ കാണിക്കുന്നതാണ് ഗിയർ മൗണ്ടിങ്. കസ്റ്റമർക്ക് എൻജിൻ മൗണ്ടിങ് മാത്രം മതി. അപ്പോൾ നമ്മൾ എൻജിൻ മൗണ്ടിങ് 2 സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഫ്യൂൽ ഫിൽറ്റർ പരിചയപ്പെടാം. ഫ്യൂൽ ഫിൽറ്റർ മുമ്പ് കാണിച്ച വീഡിയോയിൽ ഫ്യൂൽ ഫിൽറ്റർ കണ്ടില്ലേ, അതിൻ്റെ കാറ്റലോഗിലെ ഫിഗറാണിത്. അടുത്തതായിട്ട് നമുക്ക് റൂഫിലെ AC രജിസ്റ്റർ, AC വെൻറ്റിൻ്റെ ഫോട്ടോ കാണാം. നമുക്കതിൽ 4 പീസാണ് വരുന്നത്. കസ്റ്റമറിന് 1 ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെല്ലാം സെയിം പാർട്ട് നമ്പറാണ് വരിക. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ വന്നിട്ട് ഫ്രണ്ട് ഡിഫറൻഷ്യലിൻ്റെ ഓയിൽ സീൽ വേണമെന്ന് പറഞ്ഞു. അത് 3 ഓയിൽ സീൽ വരുന്നുണ്ട്. ആക്സിലിൻ്റെ 2 സീലും ഡിഫറൻഷ്യലിൻ്റെ സെൻറ്ററിലെ 1 സീലും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഈ കാണുന്ന 2 ആക്സിലിൻ്റെ ഓയിൽ സീൽ. 2 സീൽ വരും, ഒന്ന് റൈറ്റും ലെഫ്റ്റും. ഈ കാണുന്നതാണ് ആക്സിൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ട് ഡിഫറൻഷ്യലിൻ്റെ ഫിഗർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഓൾ യൂണിറ്റ് ആണ് ഫ്രണ്ട് ഡിഫറൻഷ്യൽ. അത് അറബിയിൽ ഇവിടെ ബക്കക്സ് എന്നൊക്കെ പറയും, ബക്കക്സ് മാമി എന്നൊക്കെ പറയും. അതായത് ഫ്രണ്ട് ഡിഫറൻഷ്യലിന് അവരങ്ങനെയാണ് പറയാറ്. അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അണ്ണം വരുന്നത്. ലോകത്ത് എവിടെയും കിട്ടാത്ത സാധനത്തിനാണ് അണ്ണം സാധാരണ നമ്മുടെ അടുത്ത് വരാറ്. ഇന്ന് എന്തിനാണാവോ നമുക്ക് നോക്കാം. സമാധാനം ഉണ്ട്. ഇന്ന് അണ്ണം വന്നിട്ടുള്ളത് സ്പാർക്ക് പ്ലഗിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മിനിറ്റ്. சின்ன என்ஜின் அண்ணா என்ஜின் மாற்றண்ணா பெரிய என்ஜின் போடு प्लग ഏത് സ്പ്രേ എന്താ അണ്ണൻ തന്നെ ബില്ലടിക്കുന്നത്, അണ്ണൻ തന്നെ പ്രൈസ് പോടുത്. പിന്നെ ഞാൻ എതൊക്കെ ഇങ്ങ 60 ദിനാർ ക്യാഷിലൊക്കെ. അപ്പോൾ അണ്ണൻ അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് സാധനം വാങ്ങിച്ചു പോയി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വിവിധ തരം സ്പെയർ പാർട്സിനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സീരീസ് നമുക്ക് തുടങ്ങാം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.